ചിലപ്പോൾ ഓടുക എന്നത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും അപകടകരമായ കാര്യമാണ്. കാരണം ലോകം കത്തിയെരിയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഏറ്റവും സുരക്ഷിതമായ നീക്കം നിർത്തുക എന്നതായിരിക്കാം. ഒരു ഇടതൂർന്ന പച്ചവനത്തിൽ ജീവിതം പൂർണ്ണ സന്തുലിതാവസ്ഥയിൽ അഭിവൃദ്ധി പ്രാപിച്ചു. പക്ഷികൾ പാടി, കുരങ്ങുകൾ മരങ്ങൾക്കിടയിൽ ചാടി, മാൻ പറമ്പുകളിൽ മേയാൻ തുടങ്ങി. അവയിൽ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മാൻ ഉണ്ടായിരുന്നു. ജന്മനാ അന്ധയായിരുന്നു. അവൾക്ക് വേട്ടക്കാരെ കാണാൻ കഴിഞ്ഞില്ല, കൂട്ടത്തെ പിന്തുടരാൻ അവൾക്ക് കഴിഞ്ഞില്ല. എല്ലാ ദിവസവും അതിജീവിക്കാനുള്ള ശാന്തമായ പോരാട്ടമായിരുന്നു. ഒരു വേനൽക്കാലത്ത് മഴ പെയ്തില്ല, ഇലകൾ തെളിഞ്ഞു. ചൂടിൽ വായു കനത്തതായി തോന്നി. പിന്നെ അത് സംഭവിച്ചു. വീഴുന്ന ഒരു ശാഖയിൽ നിന്നുള്ള ഒരു തീപ്പൊരി ഉണങ്ങിയ പുല്ലിനെ പ്രകാശിപ്പിച്ചു. സെക്കൻഡുകൾക്കുള്ളിൽ കാട്ടിലൂടെ തീജ്വാലകൾ അലറി. പരിഭ്രാന്തി ഏറ്റെടുത്തു. കുരങ്ങുകൾ നിലവിളിച്ച് മരത്തിൽ നിന്ന് മരത്തിലേക്ക് ചാടി. കടുവകൾ സുരക്ഷയ്ക്കായി പാഞ്ഞു. പക്ഷികൾ ഇരുണ്ട മേഘത്തിൽ ആകാശം നിറഞ്ഞു. മാൻ കൂട്ടമോ? അവർ ഓടി, വേഗത, ഭ്രാന്തൻ, നിരാശ്. കുരുടനായ മാനിന് ആ കുഴപ്പങ്ങൾ മാത്രമേ കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. കുളമ്പുകളുടെ ഇടിമുഴക്കം, ശാഖകളുടെ തകരൽ, അഗ്നിയുടെ ഭയാനകമായ ഗർജനം അടുത്തുവന്നു. അവളുടെ ആദ്യ സഹജാവബോധം ഓടുക എന്നതായിരുന്നു. പക്ഷേ എന്തോ ഒന്ന് അവളെ തടഞ്ഞു. എവിടെ പോകുന്നുവെന്ന് അറിയാതെ ഞാൻ ഓടിയാൽ ഞാൻ തീയിലേക്ക് ഓടില്ലേ? അനങ്ങുന്നതിനു പകരം അവൾ ശബ്ദങ്ങൾക്കായി ചെവി തിരിച്ചു. തീജ്വാലകളുടെ ഇരമ്പലിനടിയിൽ അവൾ അത് കേട്ടു. ഒരു സൗമ്യമായ തെറിക്കൽ, വെള്ളത്തിന്റെ ശബ്ദം. അവൾ ശ്രദ്ധാപൂർവം അതിലേക്ക് കാലെടുത്തുവച്ചു. പതുക്കെ അവളുടെ കുളമ്പുകൾക്കിടയിൽ തണുത്ത ചെളി അനുഭവപ്പെട്ടു. പിന്നെ ഒരു കുളത്തിന്റെ അരികിൽ അവൾ സ്വയം കണ്ടെത്തി. തീ കടന്നുപോയി. പുക അവളുടെ മൂക്കിൽ കുത്തി, ചൂട് അവളുടെ രോമങ്ങളിൽ നക്കി. പക്ഷേ കുളം അവളെ സുരക്ഷിതമായി സൂക്ഷിച്ചു. മണിക്കൂറുകൾക്ക് ശേഷം തീ അണഞ്ഞു. കാട് ചാരമായി കിടന്നപ്പോൾ അവൾ ഉയർന്നുവന്നു, ജീവനോടെ. മറ്റു മൃഗങ്ങൾ, അന്ധമായി ഓടിയ പലരും ഒരിക്കലും പുറത്തുകടന്നില്ല. അന്ന് അന്ധനായ മാൻ തിരിച്ചറിഞ്ഞു. കുഴപ്പത്തിൽ വേഗത എല്ലായ്പ്പോഴും അതിജീവനമല്ല, ചിലപ്പോൾ നിശ്ചലതയാണ്. ആരും പ്രതീക്ഷിക്കാത്ത ഭാഗം ഇതാ. ആഴ്ചകൾക്കുശേഷം പുതിയ മുളകൾ വളരാൻ തുടങ്ങി. ഏറ്റവും ദുർബലമെന്ന് എല്ലാവരും കരുതിയ അന്ധമാൻ കാട്ടിന്റെ ശാന്തഗുരുവായി. പരിഭ്രാന്തി തീയേക്കാൾ വേഗത്തിൽ കൊല്ലപ്പെടുമെന്ന് മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അടുത്ത തവണ ജീവിതം നിങ്ങളുടെ ചുറ്റും കത്തുന്നതായി തോന്നുമ്പോൾ നിങ്ങൾ ആൾക്കൂട്ടത്തോടൊപ്പം ഓടുമോ? അതോ നിങ്ങളുടെ കുളത്തിനായി കാതോർക്കുമോ? കമന്റിൽ എന്നെ അറിയിക്കുക. ഈ കഥ നിങ്ങളെ നിർത്താൻ പ്രേരിപ്പിച്ചെങ്കിൽ എപ്പോഴും തിരക്കുകൂട്ടുന്ന ഒരാളുമായി ഇത് പങ്കിടുക. കാരണം ചിലപ്പോൾ ഏറ്റവും ബുദ്ധിമാനായ നീക്കം നിശ്ചലമായിരിക്കുക എന്നതാണ്.